ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും എംഎൽഎയും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു. ഓരോ ബഡ്ജറ്റിലും നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇവയുടെ 30% പോലും ഇതുവരെ സാധ്യമായിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങി നിൽക്കുന്നു. വലിയ തട്ടിപ്പും കബളിപ്പിക്കലുമാണ് ഇടത് സർക്കാരും എംഎൽഎയും നടത്തുന്നത്. റിംഗ് റോഡ് പദ്ധതിക്കായി 2023-24 ബഡ്ജറ്റിൽ 10 കോടി അനുവദിച്ചു. 24-25 5 കോടി കൂടി. 25-26 വീണ്ടും 10 കോടി. 26-27 ബഡ്ജറ്റിൽ ഇപ്പോൾ 6 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു. പക്ഷേ പദ്ധതി നടപ്പാകുന്നില്ല. ഇങ്ങനെ കബളിപ്പിക്കലിന്റെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ബിജെപി നേതാക്കൾ. ആറ്റിങ്ങൽ റിംഗ് റോഡിന് വേണ്ടിയിട്ട് 10 കോടി രൂപ 2023-24 വകയിരുത്തിയിട്ടുണ്ട്. 2024-25 അത് അന്നത്തെ നമ്മുടെ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ 44-ാമത്തെ പേജ് തന്നെയാണ്. 929 ക്രമം നമ്പർ. അതിലും ആറ്റിങ്ങൽ റിംഗ് റോഡിന് വേണ്ടിയിട്ട് 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2025-26 ബജറ്റ് വിശദാംശങ്ങളിലെ ആ പുസ്തകത്തിലെ പേജ് നമ്പർ 170 ക്രമം നമ്പർ 2598 അതിലും ആറ്റിങ്ങൽ റിംഗ് റോഡിന് വേണ്ടിയിട്ട് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്, അതായത് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോഴും എംഎൽഎ പറയുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു, നമ്മുടെ ഈ ടോക്കൺ പ്രൊവിഷനായിട്ട് 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു തട്ടിപ്പ് എന്താണുള്ളത്? ഒരു ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. 2023 ടോക്കൺ പ്രൊവിഷനായി 10 കോടി വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയാതെ പോയത്? ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം, സർവേ നടക്കണം, പ്രാരംഭ നടപടികൾ ഒരുപാട് നടക്കണ്ടേ? എന്തുകൊണ്ടാണത് ഈ പദ്ധതിയുടെ ചർച്ച പോലും ഈ മണ്ഡലത്തിലില്ലല്ലോ? എന്നിട്ടും 2023 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും 10 കോടിയും 5 കോടിയും വകയിരുത്തിയെന്ന് ജനങ്ങളെ ധരിപ്പിച്ച് ഞങ്ങളെന്തോ വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് വരുത്തിച്ച് ഇതാരെ പറ്റിക്കാനാണ്? ബിജെപി നേതാക്കളായ അഡ്വക്കേറ്റ് പി സുധീർ, രാജേഷ് മാധവൻ, സ്വരാജ് തുടങ്ങിയവർ ആറ്റിങ്ങലിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു.